ദൈവം പിറക്കുന്നു മനുജനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലർമടക്കിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം വിരിയും. നിങ്ങളൊന്ന് ധ്യാന കേന്ദ്രത്തിൽ പോയാ? സാത്താനെ ദൂരെ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളിപ്പോ ബക്കറ്റ് ഉരുവൊക്കെ നടത്തി കരോളാക്കിയ? ഈ മാസം പപ്പാഞ്ഞിയുടെ മാസം. പപ്പാഞ്ഞി ഞങ്ങളുടെ സ്വന്തം ആളാ. ഓ അത് ശരി. പപ്പാഞ്ഞി മറ്റേ ചുവന്ന ട്രൗസർ ഇട്ട് വരുന്നോണ്ടായിരിക്കും നിങ്ങളുടെ സ്വന്തം ആളായത്. വിശ്വാസത്തിൽ തൊട്ട് കളിക്കല്ലേ, ആ പരിപാടി വേണ്ട. ഇതെന്താണ് മറ്റേ ബുക്കോ? അല്ല തമാശ കളിക്കാതെ. ആ മറ്റേ പയ്യനെ ജാമ്യത്തിൽ ഇറക്കണ പരിപാടി എന്തായി? ഏത് പയ്യൻ? നിങ്ങളുടെ മറ്റേ പ്രകൃതി സ്നേഹിയില്ലേ, സജിത്ത? അവനെന്ത് പറ്റി? എടാ അവൻ ഞങ്ങളുടെ കൂടെ എല്ലാം മറ്റേ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ മുൻനിര നിൽക്കണല്ലോ. അവനെന്ത് പറ്റി? ഞാൻ അറിഞ്ഞില്ല. മാഷ അവൻ മറ്റേ പറമ്പില് മറ്റേ കഞ്ചാവ് നട്ടു എന്ന് പറഞ്ഞു വെച്ചിട്ട് അവനെ പോലീസ് പിടിച്ചിട്ട് പോയി. എവിടെ കഞ്ചാവ് നട്ടു? അവൻ ഒരിക്കലും അങ്ങനത്തെ പോണ ഒരു ചെക്കനല്ല. അവൻ നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നല്ല മാന്യനായ ഒരു പയ്യനല്ലേ. ഈ അടുത്ത് ഞാൻ കൂടി മറ്റേ വെളിമാട് രോഗം പിടിച്ചു കഴിയുമ്പോ ആ ബൈക്ക് എടുത്ത് ദ്രോഹമൊന്നുമില്ല. അവനെന്ത് പറ്റി? ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസം മുന്നേ കൂടി ഞാനൊരു തൈ കൊടുത്തല്ലേ ഉള്ളൂ. അപ്പൊ അവൻ്റെ അടുത്ത് പോയി നട്ടോളം പറഞ്ഞു. ഇതാണ് ഏതാ? നിങ്ങളും മറ്റേ കൊടുത്ത തയ്യെങ്ങാനും ആയിരിക്കും കഞ്ചാവ്. ഏത്? നിങ്ങൾ ആ ഇതാ മറ്റേ രാജന്റെ മോനില്ലേ, നമ്മുടെ ഈ ട്രാവലിംഗ് ഒക്കെ ചെയ്യണ ഒരു ചെക്കൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല ആ ചെക്കൻ കഞ്ചാവ് കച്ചവടക്കാരനാണ്. ചേട്ടാ എനിക്കറിയില്ലടാ. ബെസ്റ്റ്. അവൻ ആ ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോ കുറച്ച് ചെടി കൊണ്ടുവന്ന് തന്നു. അവിടുത്തെ ദൈവ സാന്നിധ്യം നിൽക്കുന്ന ചെടിയാന്ന് പറഞ്ഞു. അധികം ആൾക്കാർ കാണാൻ പാടില്ല, സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച്, ഈ ചെക്കൻ നമ്മളുടെ എല്ലാത്തിനും നിൽക്കണല്ലേ, ഇവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു നട്ടോളം പറഞ്ഞു. ഇവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ആരും കാണരുതെന്ന് പറഞ്ഞു. ഞാനും എന്ത് ചെയ്ത് നമ്മുടെ പുഴക്കടവില്ലേ ആ സൈഡിലൊക്കെ ഞാനും നട്ടു വെച്ചിട്ടുണ്ട്. ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്ത് നമ്മുടെ തുളസിത്തറയുടെ കൂടെ തന്നെ നട്ടു വെച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടല്ലോ ചേച്ചിയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ആ സാധനം പറിച്ച് കളയാൻ നോക്കുക. വീട്ടിലെങ്ങാനും അകത്തായി പോവും. ക്രിസ്മസ് നിങ്ങൾ ദൈവം പിറക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഞാനും കൂടി വരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആ മറ്റേ പുഴക്കരയെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടാ. പിന്നെ വേറൊരു പ്രശ്നം പക്ഷേ, ആ മെട്രോയുടെ അടിയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു. ഇടുക്കി ഫോറസ്റ്റിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോഴും പ്രശ്നമില്ല. എക്സൈസിന് പ്രശ്നമല്ല, പോലീസിന് പ്രശ്നമല്ല. ഈ പാവൻ ചെക്കൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയപ്പോൾ അത് അവൻ കുറ്റക്കാരൻ. ഇനി അതിന് പകരം അവൻ്റെ പറമ്പിൽ നിന്ന് നിധിയായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ അത് സർക്കാരിൻ്റെത്. അതെന്താ മാസ്റ്ററെ? നീ അതൊക്കെ വിട്ടെ, ആദ്യം എൻ്റെ ജീവൻ രക്ഷിക്കട്ടെ. നീ വാങ്ങിക്കോളൂ.